ഇതിങ്ങനെ കാണുമ്പോഴേ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ കുഴിമന്തിയാണെന്നല്ലേ. സംഭവം സാധാരണ കുഴിമന്തി ഒന്നുമല്ല, കടയിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു മന്തിയാണെങ്കിൽ അതിനത്തിന്റെ പേരെന്താണെന്നറിയോ? ടൊമാറ്റോ മന്തി. ടൊമാറ്റോ ചിക്കൻ മന്തി, ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മീഡിയം സൈസുള്ള 3 തക്കാളി, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു പകുതി സവാള, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും, ഒരു പിടി മല്ലിയില, പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല പൗഡർ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടെ ചേർത്തിട്ടേ നല്ലോണം കൂടെ അടിച്ചെടുത്തോ. ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടേ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു പേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമില്ലേ അതൊക്കെ ഒന്നങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണേട്ടാ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ആട്ടാ ചേർത്ത് കൊടുത്തിരിക്കണേ. അതും നമ്മളുടെ ഈ ഒരു മസാലയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളത്തോടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഫുൾ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കണേ കേട്ടോ. ഇടക്കും തലക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി ചിക്കൻ വേവണ നേരം കൊണ്ടേ നമുക്ക് ചോറ് റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ വേറൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കുക. അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ തക്കോലും ഏലക്കയും കരയാമ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളുടെ ബസ്മതി അരിയും അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ സ്ലൈസ് അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചോ. ഈ ഒരു സമയം കൂടെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവില്ലേ അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ സാധാരണ മന്തിക്കായി കുത്തണ പോലെ ഒരു 3-4 പച്ചമുളക് കുത്തി ഓയിലൊക്കെ വേണമെങ്കിൽ മേലെ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ പിന്നെ വേറെ ഓയിലൊന്നും ഒഴിക്കണമൊന്നുമില്ല. അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരട്ടെ. അതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് മിക്സ് ആക്കി നല്ലൊരു തക്കാളി ചമ്മന്തി അരച്ച്